ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ബ്രഹ്മയുഗം 2024 ഇറങ്ങാനിരിക്കുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവിയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം 2 വീഡിയോസ്, അപ്പോൾ ആ 2 വീഡിയോസിൽ ഞാൻ പറയുന്നത് പല ആൾക്കാരാണ് ആൻഡ് ദ മെയിൻ കാസ്റ്റ് ഓഫ് ദ മൂവി പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. അല്ലെങ്കിൽ ഈ ഒരു മൂവി ആൾക്കാർ കാണാൻ പോകാൻ കാരണമായിട്ടുള്ള മെയിൻ അടിത്തറ ഒരു മനുഷ്യൻ, അത് മമ്മൂട്ടിയാണ്. മമ്മൂക്ക ഇല്ലെങ്കിൽ ഈ ഒരു മൂവി സത്യം പറഞ്ഞ ഒരാളും പോയി കാണില്ല. ഐ ബെറ്റ് ഒരു എക്സ്പെരിമെൻ്റൽ മൂവി എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ വേണമെങ്കിൽ അത് കാണും, ബട്ട് നോട്ട്. ഈ ഒരു മൂവിക്ക് ഹൈപ്പ് ഉണ്ടാവാൻ കാരണം, ഈ ഒരു മൂവിന് ഇത്ര ലെവൽ ഓഫ് ഇതിൽ ആൾക്കാരുടെ ഹൈപ്പിലെത്തിക്കാൻ കാരണം ഈ ഒരു മനുഷ്യനാണ്. ഈ ഒരു മനുഷ്യൻ്റെ കോൺഫിഡൻസ് ലെവലും അപ്രോച്ചാണ് ഇന്ന് മലയാള സിനിമേനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ കാരണം. എല്ലാം എക്സ്പെരിമെൻ്റലാണ്. ഇറ്റ് ഡസൻറ്റ് കെയർ. കാതലും നൻപകൽ നേരത്ത് മയക്കം എന്ന് പറഞ്ഞ 2 മൂവീസും കുറച്ച് ടഫാണ് ഏതെങ്കിലും ഒരു ആക്ടർക്ക് ചൂസ് ചെയ്യാൻ, എസ്പെഷ്യലി കാതൽ. അപ്പോൾ അതൊക്കെ ആ ഒരു ബൗണ്ടറീസ് എല്ലാം ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ ഈ പടങ്ങളൊക്കെ ചെയ്യുമ്പോഴല്ലോ ആ ഒരു ഗട്ട്സ് നമ്മൾ സമ്മതിക്കണം. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടു നമ്മുടെ ജയറാമേട്ടൻ പറയണത്, എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇത്രയും പുതുമുഖങ്ങൾക്ക് ചാൻസ് കൊടുക്കുന്ന വേറെ വ്യക്തി ഉണ്ടാവില്ല. അവിടെ നിന്ന് പറിച്ച് നടാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡയലോഗ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ നമ്മളിങ്ങനെ വീഡിയോസും ഇങ്ങനെയൊക്കെ സിനിമാസും പുതിയ ഇറങ്ങും തോറും അതിലൊരു കീ ഫാക്ടറായിട്ട് ഇപ്പോഴും ട്രെൻഡിൻ്റെ ആയാലും ഒരു മൂവി സെക്ടറിലായാലും ഏറ്റവും കൂടുതൽ ഫസ്റ്റ് നിൽക്കുന്നത് മമ്മൂക്കയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഓബ്വിയസ്ലി ഹൈപ്പ് ഉണ്ടാവാണ്ടിരിക്കുമോ? ഡോണ്ട് ടെൽ മീ ജസ്റ്റ് ഡോണ്ട് ഹൈപ്പ് ഉണ്ടാക്കാതിരിക്കുമെന്ന് പറയരുത്, ഹൈപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മൂവി ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്. പല ഭാഷകളിലും ഈ ഒരു മൂവി റിലീസ് ചെയ്യുന്നുണ്ട്. അത് തമിഴ്, തെലുഗു, ഹിന്ദി, മലയാളം, അങ്ങനെ പല മൂവീസിൽ പല ഇതിൽ തിയേറ്റേഴ്സിലൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാവർക്കും ഡൗട്ടാണ്, ഇതിൽ നമ്മുടെ മമ്മൂക്ക ഒരു വില്ലനാണോ, ഹീറോ ആണോ, ആൻറ്റി ഹീറോ ആണോ, ആൻറ്റി വില്ലനാണോ, ഒരാൾക്കൊരു ഐഡിയ ഇല്ല. ബട്ട് ഞാനൊരു കാര്യം പറയാം, ഈ ഒരു മൂവി നമ്മളെ ത്രില്ലടിപ്പിക്കാനുള്ള മെയിൻ കാരണം, നമ്മൾ ഹൊറർ മൂവി ആക്കാൻ മെയിൻ കാരണം, ആ ഒരു ജോണറിൽ പെടുത്താൻ കാരണം ഇങ്ങനെയാണ്. ഈ ഒരു മൂവി ഇറങ്ങുന്ന ദിവസം എന്തായാലും ആൾക്കാരുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഒരു ആൻറ്റിസിപ്പേഷൻ ഉണ്ടാകാൻ പോകുന്നത് മമ്മൂക്കയുടെ റോൾ എന്തായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് ഈ പ്രാവശ്യം കാണിക്കാൻ പോകുന്നതെന്ന് നോക്കും. അപ്പോൾ നമ്മൾ പോസ്റ്റർ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഹീ ഈസ് ലൈക്ക് എ ഡാർക്ക് പ്രാക്ടീഷണർ. ഒരു ഡാർക്ക് മാജിക് പവർ ഒരു മനയിലെ ഒരു മെയിൻ ആളാണ്. ആൻഡ് ഇതേ ആൾ തന്നെ ഇങ്ങനെ സർവൻസ് ആയിട്ട് കുറച്ച് പേരെ കൂട്ടുകയും അവരെ യൂസ് ആക്കുകയും ഒരു ഗെയിമിൽ വേണ്ടി വിളിച്ചു വരുത്തി ആ ഗെയിമിൽ പങ്കെടുത്ത് അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന കുറേ കഥകളാണ്. അപ്പോൾ ഒരു ഹൊറർ ഫാൻറ്റസി ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് ഈ മൂവിയിൽ പുള്ളിക്കാരൻ നമുക്ക് തരും. പിന്നെ ആൻറ്റി ഹീറോ നോ, പ്രോബബിളി എ വില്ലൻ, അതാണ് ഞാൻ പറയുള്ളൂ. പ്രോബബിളി എ വില്ലൻ. ഹീറോ ആവാൻ ചാൻസ് വളരെ കുറവാണ്. ഹീറോ ഇതിൽ എന്തായാലും അല്ല, ഇത് ഞാൻ ഗ്യാരണ്ടി തരുന്നു, ഹീറോ അല്ല. ഇങ്ങനെ പുറമേ നിന്ന് ചിരിച്ച് കാണിക്കും തോറും ഉള്ളിൻ്റെ ഉള്ളിലൊരു ഡാർക്ക് സൈഡ് മമ്മൂക്കൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇവിടെ വളരെ ക്ലിയർ ആണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ട്രെയിലേഴ്സ് ഒരു അട്ടഹാസം ഉണ്ട്, എൻ്റെ പൊന്നോ. അത് എൻ്റെ പൊന്നു, ഞാനത് കൂടുതൽ പറഞ്ഞാൽ ഭയങ്കര ഷോക്കായിരിക്കും. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം അതൊക്കെ. അത് എക്സ്പീരിയൻസ് ചെയ്യാതെ നിങ്ങളിത് കളയുകയാണെങ്കിൽ നോ. നിങ്ങളൊരു സിനിമ ലവറാണെങ്കിൽ ഈ ഒരു മൂവി കാണുന്നത് ഞാൻ നിർബന്ധിക്കുള്ളൂ. അപ്പോൾ ഏകദേശം 30 ലക്ഷമോ എത്രങ്ങാണ്ട് 32 ലക്ഷം ടിക്കറ്റ് പ്രീസെയിലായിട്ട് പോയി ഞാൻ കേട്ടു. 32 ലക്ഷം ടിക്കറ്റ് പ്രീസെയിലായിട്ട് പോയി. അതിൻ്റെ മെയിൻ കാരണം മമ്മൂക്കയാണ്, അല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവിക്കും അത്രത്തോളം ഹൈപ്പ് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വേറെ എന്തിട്ട് പറയാ, ഈ ലുക്ക് ബേസ്ഡ് പറയുകയാണെങ്കിൽ ഒരു റൂം ഫുൾ ഓഫ് നമ്മളുടെ ഒരു അസ്ഥികൂടം, വിളക്കും തിരിയും വെളിച്ചും എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഹോമം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ഡാർക്ക് താന്ത്രിക് പ്രാക്ടീഷൻ ചെയ്യുന്നതൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത്. ഒരു ഹൊറർ ലുക്ക് കിട്ടുന്നെങ്കിൽ അത് മിക്കതും മാൽഡാലിസ് ആൻഡ്
ദിസ് ഗൈ. ഈ ഒരു വ്യക്തി തന്നെയായിരിക്കും. 2 പേരായിരിക്കും നമുക്ക് കുറച്ചും കൂടി ഹൊറർ തരുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്തായാലും നിങ്ങൾ പരമാവധി മിസ് ഔട്ട് ചെയ്യാണ്ടിരിക്കുക. കാണാം, എക്സ്പീരിയൻസ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. അതാണ് മമ്മൂക്കയുടെ ഇപ്പോഴത്തെ ടാഗ്ലൈൻ. അത് നമുക്ക് വർക്ക് വന്നൊക്കെ നോക്കാം. ആൻഡ് പേടിപ്പെടുത്തും, ഞാൻ പറഞ്ഞല്ലോ, പേടിപ്പെടുത്തും ഉറപ്പ്. അപ്പോൾ അത്രയുള്ള വീഡിയോ. കൂടുതൽ ഞാൻ നീട്ടുന്നില്ല വീഡിയോ. ഐ ആം റിയലി ടയേർഡ്. ഞാൻ ഏകദേശം ഒരു 3-4 വീഡിയോ ഇപ്പോൾ ഇട്ടു. ഇനിയിപ്പോൾ നാളെ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ നാളെ പോസ്റ്റ് ചെയ്യണ്ടേ. നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് സുഖമാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനെ ഫോളോ ചെയ്യുക. ആൻഡ് ബൈ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കുക. ഓക്കെ.